വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഞായറാഴ്ച എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ട് ഉപമകളെ പറ്റി നമ്മൾ ചിന്തിച്ചിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം സംബന്ധിച്ച് കാണാതെ പോയ നാടിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീയെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. എന്നാൽ മൂന്നാമത്തെ ഉപമ ഇന്ന് പകൽ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. മടങ്ങി വന്ന മുടിയനായ പുത്രനെ പറ്റിയുള്ള ഉപമയാണ്. കർത്താവ് അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21, 22, 23 വാക്യങ്ങളാണ്. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഒടിപ്പിൻ, തടിച്ച കാളക്കുണ്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ, നാം ഇന്ന് ആനന്ദിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുവാണ്, അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടത് പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകർത്തു കൊടുത്തു. അപ്പോൾ ഒരു വീട്ടിൽ 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ ചെന്നിട്ട് അപ്പനോട് പറയുകയാണ്, അപ്പാ, എനിക്ക് വസ്തുവിൽ വരേണ്ട പങ്ക്, അല്ലെ എനിക്ക് അവകാശം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ആ അപ്പൻ ആ മകൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ വരേണ്ട പങ്ക്, ആ സ്വത്തിൽ എല്ലാം അവന് കൊടുക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാതാവും പിതാവും ജീവിച്ചിരിക്കുമ്പോൾ ഒരു മകൻ വന്ന് എനിക്ക് എൻ്റെ അവകാശം തരണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ, അന്ന് പട്ടണം ഭരിക്കുന്ന മൂപ്പന്മാരുണ്ട്. മൂപ്പന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ മതി, മകൻ ഞങ്ങളോട്ട് വന്ന് പറയുന്നു, സ്വത്ത് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മൂപ്പന്മാർ കടന്നു വന്ന് ഈ മകനെ പിടിച്ചുകൊണ്ടുപോയി പട്ടണത്തിൽ കൊണ്ടുപോയി സകല ജനവും കാണെ കല്ലെറിഞ്ഞ് കൊന്നുകളയും. അപ്പോൾ അങ്ങനെ ഒരു നിയമമുള്ളപ്പോൾ ഈ സ്നേഹവാന അപ്പൻ കേസിനോ വഴക്കിനോ ഒന്നും പോകാതെ ഈ മോന് അവൻ്റെ ഇഷ്ടപ്രകാരം സ്വത്ത് വിധിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തുടർന്ന് നമ്മൾ താഴ്ത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതിയുന്ന കാര്യം, അവനെന്ത് ചെയ്തു? അതെല്ലാം മേടിച്ചുകൊണ്ട് ഏറിയ നാൾ കഴിയും മുമ്പേ ദൂരദേശത്തേക്ക് യാത്രയാവുകയാണ്. അവിടെ ചെന്ന് ദുർനടപ്പുവാനായി ജീവിച്ചു. അപ്പോൾ അപ്പൻ്റെ ഭവനം വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്രകാരം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാനും കഴിക്കാനും കുടിക്കാനും ഇഷ്ടമുള്ള കാര്യം കുടിക്കുവാനും ഇഷ്ടമുള്ളിടത്ത് പോകുവാനൊക്കെ കഴിയും. എന്നാൽ അപ്പൻ്റെ ഭവനത്തിലാണെങ്കിൽ ഇതിനൊക്കെ ഒരു നിയന്ത്രണമുണ്ട്. അങ്ങനെ നമുക്കറിയാം. അങ്ങനെ അവിടെ പോയി അവിടെ ജീവിച്ച് എല്ലാ സ്വത്തുകളും നഷ്ടപ്പെടുത്തി. എല്ലാം വഴി അടഞ്ഞു കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം ചെയ്യുകയാണ്. പിന്നെ ജീവിക്കാൻ മാർഗമൊന്നുമില്ല. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുക്കൽ ചെന്ന് ഒരു ജോലി തരണമെന്ന് പറഞ്ഞു. അവർ അവന് വയലിൽ പന്നിയെ മേയ്ക്കുന്ന ഒരു ജോലി കൊടുത്തു. അപ്പോൾ അന്നത്തെ കാലത്ത് യഹൂദന്മാർക്ക് അശുദ്ധമായൊരു മൃഗമാണ് പന്നി. അതിൻ്റെ ഇറച്ചി തിന്നുകയോ തൊടുകയോ ചെയ്യത്തില്ല. അപ്പോൾ ആ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോയ അവന് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവന് ഈ പന്നി നോക്കേണ്ട ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോൾ മനസ്സിലായിക്കോണം, അപ്പൻ്റെ ഭവനം വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം നശിച്ച് നമ്മൾ മറ്റുള്ളവരെ പോയി ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വരും. അങ്ങനെ തുടർന്ന് പഠിക്കുമ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന് വിശന്നു കഴിഞ്ഞപ്പോൾ അവൻ ആഹാരമില്ലാഞ്ഞ് ഈ പന്നിക്ക് കൊടുക്കുന്ന വാളവര, പന്നിയുടെ തീറ്റി കഴിച്ച് വശപ്പടക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അതുപോലും അവരവന് കൊടുത്തില്ല. അപ്പോൾ അവനൊരു മാനസാന്തരമുണ്ടായി. അവിടെ വെച്ച് അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ വീട്ടിൽ കൂലിക്കാർ ഭക്ഷണം ശേഷിപ്പിക്കുന്നുണ്ട്, ഞാനോ ഇവിടെ കിടന്ന് വിശപ്പുകൊണ്ടും ദാഹിക്കൊണ്ടും ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അവന് മാനസാന്തരം വന്നിട്ട് അവൻ തീരുമാനം എടുക്കുക, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോവും. എന്നിട്ട് അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും
നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകനെ വിളിപ്പാൻ യോഗ്യനല്ല. ആ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കണമെന്ന് പറയുമെന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഒരു വീട്ടിൽ 3 ടൈപ്പ് ജോലിക്കാരാണുള്ളത്. ഒന്ന്, ദാസന്മാരുണ്ട്. ഈ ദാസന്മാരുടെ പ്രത്യേകത ഒരു ഫാമിലിയായിട്ട് ആ വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്കും ഫാമിലിക്കും എല്ലാം, ദാസനും ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം 3 നേരം ഫുഡ് ആ വീട്ടിൽ നിന്നാണ്. രണ്ടാമത്തെ ഒരു കൂട്ടരാണ് ബാല്യക്കാർ. അതെന്ന് പറഞ്ഞാൽ 2-3 മാസത്തേക്കൊക്കെ ഒരു വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരാണ് ബാല്യക്കാർ എന്ന് പറഞ്ഞാൽ. കൃഷി ഇറക്കുന്ന സമയത്ത് വയൽ കൊയ്യുവാനോ മുന്തിരിത്തോട്ടം നടുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്ക് വേണ്ടി ചില മാസങ്ങൾ അവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ബാല്യക്കാർ. മൂന്നാമത്തെ ഒരു കൂട്ടരാണ് കൂലിക്കാർ. അവർ ചന്തയിലോ മറ്റു സ്ഥലത്തൊക്കെ മെനക്കെട്ട് നിൽക്കും. 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ജോലിക്ക് വേണ്ടി അവർ കടന്നു വരുന്ന കൂട്ടരാണ് കൂലിക്കാർ. അപ്പോൾ ഈ 3 കൂട്ടർക്കും ആഹാരം ഇവൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കും. എന്നാൽ അവർക്കൊക്കെ ആഹാരമുണ്ടെങ്കിലും ഇവനിതാ ആഹാരത്തിന് വേണ്ടി വിശന്ന് അലയുകയാണ്. അപ്പോൾ അവനൊരു തീരുമാനം എടുക്കുകയാണ്, എൻ്റെ വീട്ടിൽ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നുണ്ട്, ഞാനോ ഇവിടെ കിടന്ന് വിശപ്പ് കൊണ്ട് വലയുവാണ്. ഞാൻ അപ്പൻ്റെ അടുക്കൽ പോകും, അപ്പനോട് പറയും, അപ്പാ ഒരു കൂലിക്കാരനെ പോലെ എന്നെ ആക്കണമേ. തുടർന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം, അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി. വീടിനോട് അടുത്ത സമയത്ത് ദൂരെ നിന്ന് അപ്പം കണ്ടു തൻ്റെ പിന്മാറിപ്പോയ മകൻ, തന്നെ വിട്ട് ഓടിപ്പോയ മകനിതാ തന്നെ മടങ്ങി വരികയാണ്. അപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം, ഈ അപ്പൻ ആ മകൻ്റെ അടുക്കലേക്ക് കൂടുകയാണ്. അപ്പൻ വീടിനോടെടുക്കുന്നു. ഈ മകൻ്റെ മടങ്ങി വരവ് കണ്ട അപ്പൻ മകൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ എന്നെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോട് അടുത്ത് വരും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എങ്കിലേക്ക് തിരിവീൻ, ഞാൻ നിങ്ങളിലേക്ക് അടുത്ത് വരും. പ്രൈസ് ലോർഡ്. നിങ്ങളിലേക്ക് തിരിയും. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന വിട്ട് ആരാധന വിട്ട് ആരെങ്കിലും ഒരു പിന്മാറ്റം പോലെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തീരുമാനമെടുത്ത് ദൈവത്തിലേക്ക് മടങ്ങി വന്നാട്ട് ആ ദൈവം നിങ്ങളെ സ്വീകരിപ്പാൻ നിങ്ങളുടെ അടുത്ത് വരും ദൈവമാണ്. അങ്ങനെ അവൻ അപ്പനും മോനും കണ്ടുമുട്ടി. അപ്പൻ കെട്ടിപ്പിടിച്ച് കഴുത്ത് വീണ് ചുംബിച്ചു. അപ്പോൾ ഈ മകൻ അപ്പനോട് പറയണം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകനെന്ന് വിളിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല. നിൻ്റെ വീട്ടിലെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അപ്പോൾ മോൻ പറഞ്ഞത്, എനിക്ക് ഒരുപാട് നന്മ അനുഗ്രഹം ഒന്നും വേണ്ട, എന്നെ ഒരു കൂലിക്കാരനെ പോലെ ആക്കിയാൽ മതിയെന്നാണ് മോൻ പറയുന്നത്. അപ്പോൾ ഈ അപ്പൻ ചെയ്യുന്ന കാര്യമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, അപ്പൻ പെട്ടെന്ന് ദാസന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പിടുവീൻ. എന്താണ് മേത്തരമായ അങ്കി? ഒരു വീട്ടിൽ അന്നത്തെ കാലത്ത്, ഇന്നും പ്രത്യേകിച്ച് വലിയ ഡ്രസ്സുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പാനോ ചന്തയിൽ പാനോ പർച്ചേസിന് പാനൊക്കെ വീട്ടിൽ വിടുന്ന ഡ്രസ്സുകളല്ല. പ്രത്യേക ഫംഗ്ഷന് വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളുണ്ട്. ഈ മേത്തരമായ അങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വലിയ ഫംഗ്ഷനൊക്കെ ഇടുന്ന ഒരു ഡ്രസ്സാണ്. ഈ അപ്പൻ പറയുന്നത്, അവനെ മേത്തരമായ അങ്കി ധരിപ്പിപ്പീൻ. സഹോദരങ്ങളെ, അപ്പൻ നമ്മളെ സ്വീകരിക്കുന്നത് മേത്തരമായ അങ്കി എന്ന് നമ്മളെ ആദ്യത്തെ സ്വന്തം മകനെ പോലെ, ഒരു കൂലിക്കാരനോ ദാസനായിട്ടോ അല്ല, ബാല്യക്കാരനായിട്ടല്ല, നമ്മളെ സ്വന്തം മകനായ അങ്കി എന്ന് നമ്മളെ സ്വീകരിക്കുന്നൊരു ദൈവം. രണ്ടാമത് എഴുതിയിരിക്കുകയാണ്, ഇവൻ്റെ കൈക്ക് മോതിരം ഇടുവീൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിന് മോതിരം അവൻ്റെ കയ്യിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അവനിതാ ആ രാജ്യത്തിൽ ചില സ്ഥാനങ്ങൾക്ക് അധിപതിയായി തീർന്നു. അപ്പോൾ ആ മോതിരം ഇട്ട് കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ചില അധികാരങ്ങൾ, ചില പദവികൾ ദൈവം തനിക്ക് അവൻ നൽകി കൊടുക്കുകയാണ്. അപ്പോൾ മനസ്സിലായിക്കോണം, നമ്മളെല്ലാം വിശ്വാസികളാണ്. കർത്താവ് ബൈബിളിൽ പറയുന്നു, പരിശുദ്ധാത്മാവിന് നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്.
നമുക്ക് ചില അധികാരങ്ങളും ചില അഭിഷേകങ്ങളും കർത്താവ് തന്നിട്ടുണ്ട്. മൂന്നാമത് ഇവിടെ പറയുന്നു, അവൻ്റെ കാലിന് ചെരുപ്പിടുവീൻ. അന്നത്തെ കാലത്തെ വലിയ പ്രമാണിമാർ, വലിയ വസ്തുവിൻ്റെയൊക്കെ ഉടമസ്ഥരാണ് ചെരുപ്പിട്ട് നടക്കുന്നത്. നമുക്കറിയാം, രൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ചെരുപ്പിന് ഊരിക്കൊടുക്കുക അങ്ങനൊരു പദവി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത് വെപ്പൻ ചെയ്യുന്നത് ഇവനെ കാലിൽ ചെരുപ്പിടുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്ത് നീ ഒരു വേലക്കാരനായി ഒന്നുമില്ലാത്തവനായി ദേശത്ത് നടന്നെങ്കിൽ, ഇനി ദേശത്ത് നടക്കേണ്ടത് നീ ഒരു അടിമയെ പോലെയല്ല. നീ ചില നന്മയുള്ളവനായി, ചില അനുഗ്രഹമുള്ളവനായി നീ ദേശത്തുള്ള എൻ്റെ കാലിന് ചെരുപ്പിടിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, തടിച്ച കാളക്കുട്ടി അറപ്പി, ഇന്ന് നാം തിന്ന് കുടിച്ച് ആനന്ദിക്കുക. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവനിതാ മടങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വലിയ സന്തോഷത്തോടെ ഉണ്ടായി. കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെടുന്നൊരു പാപിയെപ്പറ്റി ഇങ്ങനെ സ്വർഗത്തിലും ദൈവമെന്ന ദൂതന്മാരുടെ മധ്യത്തിലും വളരെ സന്തോഷമുണ്ടാകും. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തെ വിട്ട്, പ്രാർത്ഥന വിട്ട്, ആരാധന വിട്ട് ആരെങ്കിലും അപ്രകാരം ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തീരുമാനമെടുത്താട്ടെ, പ്രാർത്ഥനയോടെ ആരാധനയോടെ കടന്നു വന്നാട്ടെ, ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചാട്ടെ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചാട്ടെ. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ മടങ്ങിവരവ് കാത്തിരിക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ നമുക്ക് ദൈവത്തിലേക്ക് കടന്നു വരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.